യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമീ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ധാരാളം ആഴ്ചകളിലൂടെയായി നമ്മൾ ഇവിടെ തുടർന്ന് സംസാരിച്ച് വന്ന വിഷയം സൽസ്വഭാവത്തിന്റെ മാഹാത്മ്യം, ദുസ്വഭാവത്തിന്റെ നാശങ്ങൾ, സ്വഭാവ സംസ്കരണത്തിന്റെ അനിവാര്യത, ഇതൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ ചില അനുബന്ധ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വിഷയം ഉപസംഹരിക്കാൻ പോവുകയാണ്. ഒരു കാര്യം ആമുഖമായി അടിവരയിട്ട് ഉണർത്തുന്നു. 2.5-3 മാസത്തോളം കാലമായി നമ്മുടെ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെയൊക്കെയാണ് ആത്മീയമായി നമുക്ക് വളരാൻ സാധിക്കുക, ഈ അന്വേഷണമാണ് നമ്മൾ നടത്തിയത്. അതിന്റെ അവസാനമായി ഉണർത്താനുള്ള കാര്യം എന്താണ്? ഞാനും നിങ്ങളും എത്രമാത്രം ഉയർന്നാലും വളർന്നാലും മരണം വരെ നമ്മിലെ മനസ്സ് തിന്മയിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടേയിരിക്കും, പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സ്. ആരാണ് നമ്മെ തിന്മയിലേക്ക് പിടിച്ചു വലിക്കുന്നത്? നമ്മെപ്പോലത്തെ മനുഷ്യരല്ല. അവരെക്കാൾ ശക്തമായ വലിക്കുന്നത് തിന്മയിലേക്ക് നമ്മെ നിരന്തരം പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മിൽ തന്നെയുള്ള നമ്മുടെ മനസ്സാണ്. ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. എന്റെ മനസ്സ് എന്റെ ശത്രുവാണ് എന്ന വസ്തുത. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഒരു വാക്ക് അല്ലാഹു ഖുർആനിൽ അവതരിപ്പിച്ചതായിട്ട് കാണാം. ഏത് വാക്ക്? എപ്പോൾ പറഞ്ഞ വാക്ക്? സുന്ദരനും സുമുഖനുമായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വൺവേയായി ഏകപക്ഷീയമായി ബീവി സുലൈഖ പ്രണയിച്ചു, പ്രേമിച്ചു. കടുത്ത പ്രേമം ഖദ് ശഗഫഹാ ഹുബ്ബാ എന്ന് അല്ലാഹു തന്നെ എടുത്തു പറഞ്ഞ പ്രണയം, സുബോധം നഷ്ടപ്പെടും വിധത്തിലുള്ള പ്രണയം. പൊതുവേ പ്രണയം അങ്ങനെയാണ്. അത് മൂത്താ പിന്നെ അമ്മയില്ല, അച്ഛനില്ല, ഉമ്മയില്ല, കൂടപ്പുറപ്പുകളില്ല, സദാചാരമില്ല, നാട്ടാചാരമില്ല, നേരില്ല, നെറിയില്ല. പിന്നെ പ്രണയത്തിന് മൂല്യം കാണുള്ളൂ കമിതാക്കൾ. പൊതുവെ അങ്ങനെ. അതിലേറ്റവും തീവ്രമായ പ്രണയം ഖദ് ശഗഫഹാ ഹുബ്ബാ, പ്രണയം അവളുടെ സുബോധം നഷ്ടപ്പെടുത്തി എന്നല്ലാഹു. ഇങ്ങനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് യൂസുഫ് അലൈഹിസ്സലാമിന്റെ പിറകിൽ വന്ന് പിടിച്ചു വലിച്ചു. നബിയുല്ലാഹി പിടികൊടുക്കാതെ തന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട് നിന്നപ്പോ പ്രവാചകർ യൂസുഫ് അലൈഹിസ്സലാം വീരവാദം പറയല്ലേ ചെയ്തത്. ഒരു പെണ്ണോ എന്നെ വീഴ്ത്താനോ അതൊന്നും നടക്കൂല, ഞാനാരാ മോൻ, അങ്ങനെയല്ല പറഞ്ഞത്. അതിന് രക്ഷപ്പെട്ട് നിൽക്കുന്ന നേരത്ത് സുലൈഖാന്റെ ഒരു കെണിയിലും വീഴാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച നബിയുല്ലാഹി, ഞാനൊന്നും പെടൂല, എന്റെ മനസ്സ് നല്ലതാണല്ല പറഞ്ഞത്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂ
ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. സൂറത്ത് യൂസുഫ് 5:3 53. വമാ ഉബർരിഉ നഫ്സി, ഞാൻ എന്റെ മനസ്സിനെ കുറ്റമുക്തമാക്കുന്നില്ല, എന്റെ മനസ്സ് നല്ലതാണെന്ന് ഞാൻ വാദിക്കുന്നില്ല, എന്റെ മനസ്സ് വിശുദ്ധമാണെന്ന വാദം എനിക്ക് ഇല്ലേ ഇല്ല. വമാ ഉബർരിഉ നഫ്സി, എന്റെ മനസ്സിനെ ഞാൻ നിഷ്കളങ്കമാക്കുന്നില്ല, കുറ്റമുക്തമായ മനസ്സാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂഅ്, മനുഷ്യ മനസ്സ് എപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചെറിയ പ്രേരണയല്ല, ഫഅാലു വസനാൻ, അമ്മാറത്താണ്. അതിശക്തമായി തിന്മയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യ മനസ്സ്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ നാഥൻ അനുഗ്രഹിച്ച മനസ്സൊഴികെ ആ മനസ്സ് രക്ഷപ്പെടും. എന്റെ നാഥൻ എന്റെ മനസ്സിനെ ഇപ്പൊ അനുഗ്രഹിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഈ സുലൈഖാന്റെ വലയിൽ നിന്ന് എന്നല്ലാതെ ഞാനൊരിക്കലും എന്റെ മനസ്സ് വിശുദ്ധമെന്ന് വാദിക്കുന്നില്ലേ ഇല്ല. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, തീർച്ചയായും എന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാകുന്നു. ഒരു നബി ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ എങ്ങനെ? എന്റെ മനസ്സത്ര നല്ലതാന്ന് വിശ്വാസമൊന്നും എനിക്കില്ല, മനുഷ്യന്റെ മനസ്സ് അങ്ങനെ എന്നൊരു പ്രവാചകൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഒരു നബിക്ക് പോലും സ്വന്തം മനസ്സിന്റെ കാര്യത്തിൽ നിർഭയത്വമില്ലെങ്കിൽ സാധാരണ മനുഷ്യരായ നമ്മുടെ മനസ്സിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രിയപ്പെട്ടവരെ നിർഭയരാകും? ഒരു നിർഭയത്വമില്ല. മനസ്സ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ. അതുകൊണ്ട് എന്താ വേണ്ടത് അറിയാം നിങ്ങൾക്ക്? മരിക്കുന്നത് വരെ ഒരാൾ തന്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് പിടിച്ച് നിയന്ത്രിച്ചാൽ അയാൾ വിജയിക്കും, അയാൾ രക്ഷപ്പെടും. ഏതുവരെ? റൂഹ് തൊണ്ടക്കുഴിയിലെത്ത് ആ ശ്വാസം കെട്ടി നിലക്കുന്നത് വരെ മനസ്സിന്റെ ചതിയിൽ നിന്നാരും നിർഭയരല്ല. ആ സമയം ഇബ്ലീസ് വന്ന് വഴി തെറ്റിച്ച ഈമാൻ ഫസാദായി മരിച്ചു പോകൂലേ? അള്ളാഹു കാക്കട്ടെ. മരണം വരെ കടിഞ്ഞാണിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് പിടിച്ചാലേ രക്ഷയുള്ളൂ. ഒരു മുഅ്മിന് മരണം വരെ നേരിടേണ്ടി വരുന്ന 5 ഭീഷണികളെക്കുറിച്ച് പുന്നാര നബി തങ്ങൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഏതൊരു സത്യവിശ്വാസിക്കും 5 ഭീഷണികൾ മുന്നിലുണ്ടാകും. ആ ഭീഷണികളിലൂടെയാണ് അവൻ കടന്നുപോയി ജീവിച്ച് മരിക്കേണ്ടത്. മരിക്കും വരെ ഈ 5 ഭീഷണി തുടരും. ഏതാണ് ഈ 5 ഭീഷണി? അൽ മുഅ്മിനു ബൈന ഖംസി ശദാഇദ, ഏതൊരു സത്യവിശ്വാസിക്ക് മുന്നിലും 5 ഭീഷണികൾ സ്ഥിരമായി നിലനിൽക്കും. ഏതാണ് 5 ഭീഷണി? 1, മുഅ്മിനിൻ യഹ്സുദുഹു, അവന്റെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ അവനോട് അസൂയുള്ള മുസ്ലിമീങ്ങൾ, അസൂയുള്ള കൂട്ടുകാര്, അസൂയയുള്ള ബന്ധുക്കള്, അസൂയയുള്ള അയൽക്കാര്, അസൂയയുള്ള നാട്ടുകാര്, ഇത് ഒഴിവാവില്ല. നമ്മളൊന്ന് ഗുണം പിടിപ്പിക്കുമ്പോൾ കൂടപ്പുറപ്പിനിരിക്കും വലിയ അസൂയ. ഉമ്മാന്റെ വയറ്റീന്ന്, ഇവന്റെ ഉമ്മാന്റെ വയറ്റീന്ന് പോന്ന ഇക്കാക്ക് അനിയനെ ഇരിക്കും വലിയ അസൂയ. ഇത് നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാ, പടച്ചോനെ അസൂയക്കാരെ എല്ലാ ശർറിൽ നിന്നും നീ കാത്തോളണം. അതാണ് സൂറത്തുൽ ഫലഖില് മുഅവ്വിദത്തൈനിയിൽ പഠിപ്പിക്കുന്ന ഒന്നതാ ഈ ദുആണ്. അപ്പൊ അസൂയക്കാരെ നേരിടേണ്ടി വരും. അത് സ്വന്തത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളിൽപ്പെട്ട അസൂയക്കാർ മരണം വരെ പിറകെണ്ടാവും. 2, വമുനാഫിഖിൻ യുബ്ഗിലുഹു, നിങ്ങളോട് കോപം വെക്കുന്ന, അരിശം വെക്കുന്ന, വെറുപ്പ് വെക്കുന്ന കപടന്മാർ,
മുസ്ലിം പേരുള്ള മുസ്ലിം വേഷമുള്ള പള്ളിയിലേക്ക് വരുന്ന കപട വിശ്വാസികളായ കള്ളന്മാർ, അവർക്ക് ഉള്ളിൽ നിങ്ങളോട് പകയാണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്. മരണം വരെ മുനാഫിക്കുകളുടെ ശല്യമുണ്ടാകും. അവരെ കരുതിയിരിക്കുക, കപടന്മാരെ കരുതിയിരിക്കുക. ഇതിപ്പോ നമ്മളല്ലേ മുത്തു റസൂലിന്റെ കാലത്ത് നബി തങ്ങൾക്കും സഹാബാക്കൾക്കും ഭീഷണിയായിട്ടുണ്ടായിരുന്നത് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നുണ്ടാവും അത്. 3 വകാഫിരിൻ യുഖാതിലുഹു, നിന്നെ കൊല്ലാൻ കച്ചകെട്ടി കാത്തിരിക്കുന്ന സത്യനിഷേധി. ഇതെന്നുണ്ടാവും? മോദി ഭരിച്ചാൽ മാത്രമല്ല, ഇന്ത്യ മുന്നണി വന്നാലും ഉണ്ടാകും. നീ പിണറായി വിജയം അറിയലും ഉണ്ടാകും. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഇല്ലായ്മ ചെയ്യാനുള്ള സത്യനിഷേധികൾ മരണം വരെ പ്രതീക്ഷിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ഇതുണ്ടാവും. ഇതൊന്നും ഒഴിവായിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്കിവിടെ ഡ്യൂട്ടി പരീക്ഷണമാണ്. നമ്മളിവിടെ സ്വർഗത്ത് കിടക്കല്ലല്ലോ, ഇത് പരീക്ഷണ ലോകല്ലേ. പലവിധ പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. അതുണ്ടാവുമ്പോ എങ്ങനെ കാഫിറിനോട് എങ്ങനെ നമ്മൾ നേരിടേണ്ടത്? ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമ്മളെ ജീവന് നമ്മൾ എന്താകണം? സുരക്ഷ ഉണ്ടാക്കണം. അതിന് വേണ്ട മുൻകരുതൽ നമുക്ക് വേണം. ഒരാളെ ജീവഹാനി പറ്റിയാലോ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പറ്റൂല. നിയമപരമായി അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നല്ലാതെ തട്ടിയവനെ കിട്ടാതിരുന്നപ്പോൾ കിട്ടിയവനെ തട്ടി എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒരാളെ തട്ടിക്കളഞ്ഞ ആളെ കിട്ടിയില്ല, എന്നാ പിന്നെ കിട്ടിയവനെ തട്ടുക. ഇതാണിപ്പോ ചെങ്കോട്ടയിൽ, ദില്ലിയിലൊക്കെ ഇപ്പൊ കണ്ടത്. വന്ന പത്രവാർത്തകൾ ശരിയാണെങ്കിൽ ഏത് ജയ്ഷെ മുഹമ്മദാണെങ്കിലും ഏത് ഇസ്ലാമിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ടീമാണെങ്കിലും പാവപ്പെട്ട നിഷ്കളങ്കരായ നിരപരാധികളായ ആളുകളെ നിരത്തിലിട്ട് പൊട്ടിത്തെറിച്ച് കൊല്ലുന്ന ഈ ഇത്തരം പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് അനിസ്ലാമികമാണ്. ഓരോ മുസ്ലിമും അതിനെ അപലപിച്ചേ മതിയാകും. പാവങ്ങളായ ആളുകൾ റോട്ടിലിറങ്ങി, പട്ടണത്തിലിറങ്ങിയ ആളുകളെ കൊല്ലുക. എന്ത് നീതി അതിലുള്ളത്, എന്ത് നേരെ അതിലുള്ളത്? ഒരിക്കലും ശരിയല്ല. ജയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ജുന്ദുള്ളയാണെങ്കിലും പേരെന്താ? മുഹമ്മദിന്റെ സൈന്യം എന്നാ, അള്ളാന്റെ പട്ടാളെന്നാ. ഒരു ബന്ധം ദീനായിട്ട് ഇതിനില്ല. ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിലോ പടച്ചവനോട് പറയാ. അതേ നമുക്കിവിടെ മാർഗമുള്ളൂ. ഇതിനൊക്കെ ഒരു അറുതിക്ക് വേണ്ടി, ഒരു വിജയത്തിന് വേണ്ടി, മോചനത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി സർവോപരി നമ്മളെ സംസ്കരിക്കുകയാണ് കൂട്ടരത്. പൊന്നു ഉരുക്കണല്ലോ, എന്നാലല്ലേ അതിലെ ചളി മാലിന്യം പോവുള്ളൂ. നമ്മളെ ഉരുക്കുകയാണല്ല. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഉരുക്കി കാച്ചി എടുക്കണ്ടേ? ആ പ്രക്രിയയാണ് ഇവിടെ നടക്കണേ. നമ്മൾ എന്തിനാ അതിന് അസ്വസ്ഥരാകുന്നത് എന്ന് വെച്ച് നമ്മളിങ്ങനെ വാ തുറന്നിരിക്കല്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. വകാഫിരിൻ യുഖാതിലുഹു, നിന്നെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന സത്യനിഷേധി മരണം വരെ ഉണ്ടാവും മോനെ. മുത്തു റസൂലുള്ളാഹ്. 4 വശൈത്വാനിൻ യുളില്ലുഹു, നിന്നെ വലയിലാക്കാൻ തക്കം പാർത്തിരിക്കുന്ന ശൈത്വാൻ. ആ ശൈത്വാൻ മരണം വരെ നിന്നെ ഒരു ഭീഷണിയായി നിന്റെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. 4 5 ഇതാണ് പ്രധാനപ്പെട്ടത്. വനഫ്സിൻ തുനാസിഉഹു, നിന്നോട് കലഹിക്കുന്ന നിന്റെ മനസ്സ്. നിന്നോട് കലഹിക്കുന്ന, തർക്കിക്കുന്ന നിന്റെ മനസ്സ്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ മനസ്സ് ഇപ്പൊ അവിടെ പൈസ കൊടുക്കാൻ പോലെ, ഇപ്പൊ എന്തൊരു ടൈറ്റാ, കച്ചവടമൊക്കെ നടക്കാത്ത നേരാ, ഇപ്പൊ എന്തോരം നാളായി ഒരു കച്ചവടം നടന്നിട്ട് ഈ ഇരിക്കണത് കൊടുക്കുക, സ്വതൊക്കെ വലിക്കും. ആർക്കെങ്കിലും സേവനം ചെയ്യാൻ പോകുമ്പോ അവൻ നിനക്കൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ പോര്. ഇങ്ങനെ ഇതാണ് ഈ വലി. വനഫ്സിൻ തുനാസിഉഹു, നിന്നോട്, നിന്റെ മനസ്സാക്ഷിയോട് തർക്കിക്കുന്ന, കലഹിക്കുന്ന നിന്റെ മനസ്സ് മരണം വരെ നിനക്ക് ഭീഷണിയാണെന്ന് ഖാല റസൂലുള്ളാഹി. ആരാ പ്രിയപ്പെട്ടവരെ സൽസ്വഭാവി? ആരാ നല്ല മനസ്സിന്റെ ഉടമ? കുറെ ക്ലാസ് കേട്ടില്ലേ, കുറെ വെള്ളിയാഴ്ച. ആരാണ് സൽസ്വഭാവി? ഒറ്റ വാക്കിലൊന്ന് ഉത്തരം പറയാമോ? ആരാ സൽസ്വഭാവി? ഈ ചോദ്യം ഒരു സഹാബി വര്യൻ തിരുനബി തങ്ങളോട് ചോദിച്ചു, മുത്ത് റസൂലെ, ആരാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമ? അള്ളാഹുവിന്റെ റസൂൽ സൂറത്ത് അഅറാഫിന്റെ 199 ആയത്ത് ഓതി കൊടുത്തു. അതിങ്ങനെയാണ്: ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഈ ക്വാളിറ്റി ഉള്ളവനാണ് സൽസ്വഭാവി, നല്ല മനസ്സിന്റെ ഉടമ. അതെന്താണ്? ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച കൈക്കൊള്ളുക. മറ്റുള്ളവർ അവിവേകം കാണിച്ചാൽ
മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക. വഅ്മുറു ബിൽ ഉറുഫി, നല്ലത് പറഞ്ഞു കൊടുക്കുക. സ്നേഹോപദേശം പലിക്കുന്നിടത്ത്, പലിക്കാത്തയിടത്തല്ല കേട്ടോ, പലിക്കുന്നിടത്ത് സ്നേഹോപദേശം കാഴ്ചവെക്കുക. 3 വഅരിള് അനിൽ ജാഹിലീൻ, വിവരദോഷികളിൽ നിന്ന് അകന്നു നിൽക്കുക. വെളിവില്ലാത്ത ആളുകളോട് വർത്താനം പറയാൻ പോണ്ട, അവരെ നന്നാക്കാനും നിൽക്കണ്ട. ജഹില് മുറക്കബുകൾ, ജഹില് ബസീത്തുണ്ട്, ജഹില് മുറക്കബുണ്ട്. ജഹില് ബസീത്ത് പറഞ്ഞാൽ വിവരമുള്ള ആൾക്കാരാ, അവരോട് സംസാരിക്കണം. വിവരമില്ലാന്നും വിവരമില്ലാത്ത എന്നാ വിവരമുണ്ട് നടിക്കുന്ന ടീമുണ്ടല്ലോ, അതാ ജഹില് മുറക്കബ്. അങ്ങനത്തെ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുക. ഈ ആയത്തിറങ്ങിയപ്പോ മുത്ത് റസൂൽ ജിബിരീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ഈ ആയത്തും കൊണ്ട് ജിബിരീൽ അലൈഹിസ്സലാം വന്നപ്പോ, മാ ഹാദായ ജിബിരീൽ, സംഗതി അള്ളാഹുവിൽ നിന്ന് വന്ന സന്ദേശമാണ്, ഇതൊന്ന് വിശദീകരിക്കാമോ? എന്താ അവിടെ പറഞ്ഞത്? വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് കൊടുക്കുക ഉപദ്രവിച്ചവർക്ക്. പിന്നെയോ സ്നേഹത്തോടെ ഉപദേശിക്കുക, വിവരദോഷികളിൽ നിന്ന് അകന്നു നിൽക്കുക. എന്താണിത്, ഒന്ന് വിശദീകരിക്കാമോ എന്ന് നബി തങ്ങൾ ജിബിരീൽ അലൈഹിസ്സലാമിനോട്. ജിബിരീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ അമറക അൻ തഅഫുവ അമ്മൻ ലലമക വതസ്വില മൻ ഖതഅക വതുഅതിയ മൻ ഹറമക. ഈ ആയത്തിലൂടെ റസൂലെ അങ്ങയോട് അല്ലാഹു കൽപ്പിക്കുന്നത് അൻ തഅഫുവ അമ്മൻ ലലമക, അങ്ങയോട് ഉപദ്രവം കാണിച്ചവർക്കൊക്കെ മാപ്പ് കൊടുക്കാൻ, അങ്ങയോട് ദ്രോഹം ചെയ്തവർക്കൊക്കെ അഫ്വ് കൊടുക്കാൻ. വതുഅതിയ മൻ ഹറമക, അങ്ങേക്ക് നിഷേധിച്ച തരാത്ത ആളുകൾക്ക് കൊടുക്കേണ്ട സമയം വരുമ്പോ അങ്ങോട്ട് കൊടുത്തേക്കുക. വതസില മൻ ഖതഅക, അങ്ങയോട് ബന്ധം മുറിച്ചവരോട് തങ്ങൾ അങ്ങോട്ട് കയറി ബന്ധം സ്ഥാപിക്കുക. ഇത് അള്ളാഹു കൽപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ടിട്ട് നേരെ മുത്ത് റസൂൽ അള്ളാഹുവിനോട്, യാ റബ്ബി കൈഫ ബിൽ ഗളബി, മനുഷ്യനല്ലേ, അക്രമിയോട് കോപം സ്വാഭാവികമാണ് അല്ലെ? നമ്മളെ ഉപദ്രവിച്ച ആളുകളോട് നമുക്ക് വെറുപ്പും ദേഷ്യവും വരൂലേ? ഒന്നും തരാത്ത പിശുക്കന്മാരോട് വെറുപ്പ് മനുഷ്യ സഹജമാണ്. ഇങ്ങോട്ട് മിണ്ടാതെ പോകുന്ന ആളുകളോട് നമുക്ക് ദേഷ്യം സ്വാഭാവികമാണ്. അള്ളാഹു ഇങ്ങനെയൊക്കെ കൽപ്പിക്കുന്നു, സംഗതി ശരി. യാ റബ്ബി കൈഫ ബിൽ ഗളബി, ദേഷ്യം വന്നാ എന്ത് ചെയ്യും പടച്ചോനെ എന്ന് ഹബീബായ റസൂലുള്ള അള്ളാഹുവിനോട് ചോദിച്ചപ്പോഴാണ് അഹ്റാഫിന്റെ അടുത്ത ആയത്ത് 200-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. അതിങ്ങനെയാണ്, وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ سَمِيعٌ عَلِيمٌ. ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക. ഇങ്ങോട്ട് തന്നില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക. ഈ സമയത്ത് പിശാച് ദുഷിച്ച പ്രേരണകളുമായി വന്നാൽ, ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ, ശൈത്വാനിൽ നിന്ന് വല്ല ദുഷ്പ്രേരണകളും ദുർബോധനങ്ങളും നിങ്ങളെ പിടികൂടിയാൽ ഫസ്തഈദ് ബില്ലാഹ്, ഉടനെ പിശാചിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ആക്രമിക്കുന്നു സങ്കല്പിക്കൂ, നാവ് കൊണ്ടോ കയ്യ് കൊണ്ടോ സാമ്പത്തികമായിട്ടോ ഒരാൾ ആക്രമിക്കുന്നു. അപ്പോ ശൈത്താൻ വന്നിട്ട് എന്താ പറയാ? വിടണ്ടടാ, 8ന്റെ പണി അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ട് തന്നതിലേറെ കനത്ത പ്രഹരം അങ്ങോട്ട് കൊടുക്കണം. പിശാചിന്റെ നസ്ഗ്. ഇങ്ങോട്ട് കല്യാണം വിളിച്ചില്ല, അപ്പൊ അങ്ങോട്ട് കല്യാണം ഉണ്ടാകുന്ന നേരത്തെ വിളിക്കണ്ട, ഇത് പിശാചിന്റെ നസ്ഗാൻ, ദുഷ്പ്രേരണയാണ്. ഇങ്ങോട്ട് ബന്ധമില്ല, അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കണ്ട, ഇങ്ങോട്ട് സലാം പറയോളം കാത്തുന്നോ അങ്ങോട്ട് പറയണ്ട, ഇത് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള ദുഷ്പ്രേരണയാണ്. അത് നിങ്ങളെ ബാധിച്ചാൽ ഫസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞിട്ട് നേരായ റൂട്ടിന് തന്നെ ഓടിക്കോളൂ എന്ന് അല്ലാഹു. വർത്തമാനകാല സാഹചര്യത്തിൽ സൽസ്വഭാവത്തിന്റെ ഈ ആയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും അധികം സ്നേഹബന്ധങ്ങൾ തകർന്നടിയുന്ന, കുടുംബബന്ധങ്ങളിൽ വിള്ളൽ വരുത്തുന്ന, മനുഷ്യർ തമ്മിൽ കലഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. എന്താ കാരണം? പാർലമെന്റ് ആണെങ്കിൽ മത്സരിക്കുന്നത് നമ്മളെ നാട്ടുകാരനായിക്കൊള്ളണമെന്നില്ല.
നിയമസഭയാണെങ്കിലും ആയിക്കൊള്ളുന്നില്ല. ഇത് സ്വന്തം മുന്നിലുള്ള നാട്ടുകാർ, ബന്ധുക്കള്, ഒരു വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ 2 ആള്, നമ്മുടെ CMJ കുടുംബത്തിൽ നിന്ന് തന്നെ കമ്മിറ്റി മെമ്പർമാരെന്നെ 3 ആള് മത്സരിക്കുന്നുണ്ട്. അതെന്നെ മുഖാമുഖം മത്സരിക്കുന്നുണ്ട്. ഇലക്ഷൻ ഒരു മാസം ആയാൽ വരും, അതവിടെ തീരും. നമുക്ക് തുടർന്ന് ഇവിടെ ജീവിക്കണം. നമുക്കിവിടെ തുടർന്നും ജീവിക്കണം. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരിക്കലും വിള്ളലേൽക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരെങ്ങനെ വോട്ട് ഭിന്നിപ്പിക്കുക, എങ്ങനെ ജയിക്കുക, അവരതേ നോക്കുള്ളൂ. ഒരു കുടുംബത്തിൽ ഒരു പ്രഗത്ഭനായ കാൻഡിഡേറ്റ് പ്രഖ്യാപിക്കപ്പെട്ടാൽ, നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ ഓപ്പോസിറ്റ് പാർട്ടി എങ്ങനെ അവിടെ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കിയാൽ വോട്ട് ചോർത്താൻ പറ്റും, അവരങ്ങനെ നോക്കുള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പരസ്പരം പോരടിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾ തകരാതിരിക്കാൻ, സ്നേഹബന്ധങ്ങൾ തകരാതിരിക്കാൻ നല്ല ജാഗ്രത വേണം, തീർച്ചയായിട്ടും വേണം. കള്ളത്തരം, കൈക്കൂലി, കള്ള് മേടിച്ചൊടുക്കല്, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക, ഉള്ള കഥകൾ പ്രചരിപ്പിക്കുക, ഇതും പാടില്ല കേട്ടോ. ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയുടെ ഉള്ള മോശം കഥകൾ ഗീബത്താണ്, അതിനൊന്നും ഇളവുണ്ടാവില്ല. ഞാനിപ്പോ ഇവിടെ വേണ്ടറിയുന്നത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയിക്കാനുള്ളൊരു മാർഗം ഇപ്പൊ ഇവിടെ പറയുന്നത്. ആരും തോൽക്കൂല. എല്ലാ വാർഡിലുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അതെന്താണ്? നേരിന്റെ പക്ഷത്ത് സത്യസന്ധമായി നിങ്ങൾ പ്രചരണത്തിലും പ്രവർത്തനത്തിലും ഏർപ്പെടുക. ചിലപ്പോ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ തൽക്കാലം തോറ്റിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അള്ളാന്റെ മുന്നിലും പരലോകത്തും തോക്കൂല. നേരെ മറിച്ച് ഈ കള്ളക്കളി കാണിച്ചിട്ട് ജയിച്ചാലോ തൽക്കാല ജയാണ്, ആത്യന്തികമായ പരാജയമാണത്. ഇതാണിപ്പോ എനിക്ക് പറഞ്ഞുതരാനുള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാവരും ഈ ആയത്ത്, സൽസ്വഭാവത്തിന്റെ ആയത്ത്, ഹുദിൽ അഫ്വ, മാപ്പ് കൊടുക്കുക. അതാണ് നല്ല കേട്ടോ സ്ഥാനാർത്ഥിക്ക്. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയല്ല, അപ്പൊ ചിരിച്ചിട്ട് മാപ്പ് കൊടുക്കുക. ഇതിപ്പോ എല്ലാ സ്ഥാനാർത്ഥികളും ഈ ആർട്ടിഫിഷ്യൽ സ്മൈല്, കൃത്രിമ വളിച്ച ചിരി ഉണ്ടാവും എല്ലാ സ്ഥാനാർത്ഥികളുടെ അടുത്തും. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ട് ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും പൊരുത്തപ്പെട്ട് ചിരിക്കുക. ഹുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ്, മാന്യമായിട്ട് സ്നേഹത്തോടെ പറയാ. വഅരിദ് അനിൽ ജാഹിലീൻ, അവിവേകൾ പലതും പറയും, ചന്തയിലും മാർക്കറ്റിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറയും. അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, അവിടുന്ന് തിരിഞ്ഞു പോന്നേക്കുക. ഇതാണ് വിജയത്തിന്റെ ഫോർമുല, ഖുർആനികമായ നിർദ്ദേശം. ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ജ്ഞാനികൾ പറയുന്നു, ഒരു സൽസ്വഭാവിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ഇഹ്തിമാലുൽ അദാ. ഞാനൊരു നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ, നിങ്ങൾ ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണെങ്കിൽ, നിങ്ങളെ പ്രധാന ലക്ഷണം എന്താ അറിയോ? അടയാളം ഇഹ്തിമാലുൽ അദാ, മറ്റുള്ളവരുടെ ശല്യം സഹിക്കാനുള്ള മനസ്സ്. ഇതാണ്. സ്വന്തം കെട്ടിയോളെ ശല്യം സഹിക്കണില്ല, എന്നിട്ടല്ലേ ഇപ്പൊ നാട്ടുകാരത്. ഇഹ്തിമാലുൽ അദാ, മറ്റുള്ളവരുടെ ശല്യം സഹിക്കാനുള്ള മാനസിക പവറും വിശാലതയും. ഇതിലൊന്നാമനായി നിൽക്കുന്നത് നബിയുനാ മുഹമ്മദുൻ. എത്ര സഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര സഹിച്ചു. സ്വന്തക്കാരിൽ നിന്ന് സഹിച്ചു, പുറത്ത് സഹനല്ലേ ആ ജീവിതം മുഴുവൻ. ഞാൻ ഒറ്റ സംഭവം പറയാം, നിങ്ങൾക്കൊക്കെ അറിയും. സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവ. 10 കൊല്ലം കൂടെ നടന്ന അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു അംശി മഅ റസൂലില്ലാ, ഞാനൊരിക്കൽ എന്റെ നേതാവ് പ്രിയപ്പെട്ട ഹബീബായ റസൂലിന്റെ കൂടെ ഞാൻ നടക്കുകയാണ്. മുന്നിൽ തങ്ങളുണ്ട്, ബാക്കിൽ ഞാനുണ്ട്. അവിടുത്തെ സേവകനായി അവിടുത്തെ ചെരുപ്പെടുക്കണമെങ്കിൽ ചെരുപ്പെടുത്ത്, യാത്രക്ക് വേണ്ട സാധനമൊക്കെ കയ്യിലേന്തി നടക്കുകയാണ്. ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നിട്ട്, വഅലൈഹി ബുർദുൻ നജ്റാനിയുൻ ഖലീലു, തങ്ങളുടെ ചുമലിൽ ഒരു പുതപ്പുണ്ട്. എങ്ങനത്തെ പുതപ്പ്? മിനുസമുള്ള മൃദുലമായ പുതപ്പല്ല, ഖലീലു, പരുത്ത ഉരമുള്ള ഹാർഡായ ഒരു പുതപ്പ് ആ ചുമലിൽ പുതച്ചിട്ടുണ്ട്. ഈ ഗ്രാമീണൻ വന്നിട്ട് ഒറ്റ വലിയത്. ആ വലിച്ചപ്പോ ഞാൻ അവിടത്തെ ചുമലിലേക്ക് നോക്കി. ആ പുണ്യഭൂമേനിയിൽ ചുവന്ന പാട് നന്നായിട്ട് തങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ വലിച്ചിട്ട് എന്താ പറയുന്നത്? ഈ ഗ്രാമീണനായ മനുഷ്യൻ, യാ മുഹമ്മദ് ഹബ്ലി മിൻ മാലില്ലാഹില്ലദി ഇൻദക്. എന്തൊരു ഭാഷയത്! മുഹമ്മദ് നബിയെ, ഹബ്ലി മിൻ മാലില്ലാഹില്ലദി ഇൻദക്, താങ്കളെ അള്ളാഹു ഏൽപ്പിച്ച ആ പണം ഉണ്ടല്ലോ, അത് ഇച്ചിരിണ്ടാ. തങ്ങളെ കയ്യിൽ പൈസ ഉള്ളത് തങ്ങളിതൊന്നല്ല, അത് അള്ളാന്റെ, അള്ള ഏൽപ്പിച്ചേക്കണതല്ലേ, അതിന് കൊണ്ടാ എനിക്ക് ആവശ്യത്തിന്. നമ്മളോടാണ് ഈ പെരുമാറ്റെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ നമ്മളതിന് പ്രതികരിക്കുക?
ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹ്, അവനിലേക്ക് നോക്കി, ഫളഹിക, പുഞ്ചിരി തൂകി. ഇതിവിടെ വേദനിക്കാണ് ആ പുതപ്പ് വലിച്ചിട്ടേ, ചിരിച്ചിട്ട് സുമ്മ അമറ ലഹു ബിഅതാ, അതിലെന്താ ഉള്ളത്, കൊടുത്തേക്ക്, അവന് വേണ്ടത് അതിലെ കൊടുത്തേക്ക്. മഹാന്മാരായ ഔലിയാക്കള്, ഇതിപ്പോ ഒരു കഥയൊന്നുമല്ല കേട്ടോ, ഇഷ്ടം പോലെ തിരുനബിയുടെ സഹനത്തിന്റെ ചരിത്രം സ്വഹീഹായ ഹദീസുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് അത്യാവശ്യത്തിന് അറിയും, നമ്മൾ പറയണ്ട. മഹാന്മാരായ ഔലിയാക്കള് അവരും അങ്ങനെ തന്നെ. റഈസുസ്സാഹിദീൻ എന്ന സ്ഥാനപ്പേരലങ്കരിക്കുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അവിടുന്ന് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. എവിടുന്നാ ഇറങ്ങി നടക്കണേ? ബൽഹയുടെ രാജകൊട്ടാരത്തിൽ നിന്ന് അള്ളാഹുവിനെ സ്നേഹിച്ച് രാജപദവിയും പ്രൗഢിയും പകിട്ടും അധികാര കസേരയും വലിച്ചെറിഞ്ഞ് ദിവ്യാനുരാഗത്തിന്റെ കൊടുംപട്ടിണിയിലേക്ക് മരുഭൂമിയിലേക്ക് ഇറങ്ങി നടന്ന റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ പിടികൂടി. ഒരു സ്ഥലത്ത് വെച്ച് സംശയിക്കപ്പെടുന്ന കോലത്തിൽ ഒരു മനുഷ്യനെ കണ്ട, അപരിചിതനെ കണ്ട പോലീസുകാർ ചോദ്യം ചെയ്യുമല്ലോ. ഇന്നും അങ്ങനെയല്ലേ, രാത്രിയൊക്കെ കണ്ട ഇവിടുന്ന വരണേ, എങ്ങോട്ടോ പോണേ അല്ലേ? അദ്ഹം തങ്ങളെ മരുഭൂമിയിൽ വെച്ച് ഒരു ഭടൻ പട്ടാളക്കാരൻ പിടികൂടി. ചോദിച്ചു, നീ ആരാ? അവിടെ നിന്ന് മറുപടി പറഞ്ഞു, അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. അടിമത്ത സമ്പ്രദായം നിലവിലുള്ള കാലാണ്, മനുഷ്യന് അടിമയായിട്ട് നിൽക്കുന്ന കാലാണ്, ഞാൻ അടിമയാണെന്ന് പറഞ്ഞു. എവിടെടാ നിന്റെ വീട് ചോദിച്ചു. എന്റെ വീട് ശ്മശാനമാണെന്ന് പറഞ്ഞു. അപ്പൊ പട്ടാളക്കാരന്റേതായ ആ ഗർവില് ഗൗരവത്തോടെ ചോദിച്ചു, തന്നോട് താൻ താമസിക്കുന്ന വീട് എവിടെയാന്നാ ചോദിച്ചത്. എന്റെ വീട് ഖബർസ്ഥാനാണെന്ന് പറഞ്ഞപ്പോഴും കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറുകൊണ്ട് ആ പട്ടാളക്കാരൻ അദ്ഹം തങ്ങളെ അതിശക്തമായി അടിച്ചു. അടിയേറ്റ് അവിടത്തെ തലക്ക് പൊട്ടലേറ്റു, മുറിവ് പറ്റി, രക്തം ഒഴുകാൻ. ചങ്ങലക്കിട്ടു, അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ മരുഭൂമിയിൽ നിന്ന് ഈ പട്ടാളക്കാരൻ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. പട്ടണ നിവാസികൾ അദ്ഹം തങ്ങളെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞു. അവര് ഓടിയെടുത്ത് പട്ടാളക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ആരെ ഈ പിടിച്ചുകൊണ്ടുവരുന്നേ? ബൽഹയുടെ ചക്രവർത്തിയായിരുന്ന ഇബ്രാഹിം എന്ന രാജാവാണിത്. അള്ളാഹുവിനെ സ്നേഹിച്ച് എല്ലാം ത്യജിച്ചിറങ്ങിയ ഫക്കീറായി മാറിയ മഹാന. നിങ്ങൾ എന്തിനാ ഈ മനുഷ്യനെ പിടിച്ച് ഉപദ്രവിച്ചത്? പട്ടാളക്കാരൻ കയ്യും കാലും പിടിച്ചു മാപ്പ് പറഞ്ഞു. കയ്യും കാലും പിടിച്ചു മാപ്പ് പറഞ്ഞു, എന്റെ അടുത്ത് തെറ്റുപറ്റി. അങ്ങെന്തിനാണ് ഞാനൊരടിമയാണെന്ന് പറഞ്ഞത്? അങ്ങെന്തിനാണ് എന്റെ വീട് ഖബർസ്ഥാനാണെന്ന് പറഞ്ഞത്? അദ്ദേഹം തങ്ങൾ പറഞ്ഞു, ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, ഞാൻ നേരാണ് പറഞ്ഞത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. എനിക്ക് വീടില്ല, എല്ലാ വീടും ഞാൻ ഉപേക്ഷിച്ചു. ഇനി ഞാൻ കാത്തിരിക്കുന്ന വീട് ഖബററ എന്ന മണിയറയാണ്. അതുകൊണ്ട് ഖബർസ്ഥാനാണ് എന്റെ വീട്. ഞാൻ തെറ്റു പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. എന്ത്? എന്നെ ദ്രോഹിച്ച താങ്കൾക്ക് സ്വർഗം കിട്ടാൻ ഞാൻ താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ആളുകൾ ചോദിച്ചു, നിങ്ങൾ അടിച്ച, വേദനിപ്പിച്ച, തല പൊട്ടിച്ച പട്ടാളക്കാരന് സ്വർഗം കിട്ടാൻ ദുആ ചെയ്യേ? അതെ, അയാളെക്കൊണ്ട് എനിക്ക് നേട്ടമാണ് കിട്ടുന്നതെന്ന് എനിക്ക് ഉറപ്പാ. അയാൾ എന്നെ അടിച്ചതുകൊണ്ടും എന്നെ കയ്യാമം വെച്ച് മരുഭൂമിയിൽ നിന്ന് പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന് വേദനിപ്പിച്ചതിലും എനിക്ക് നേട്ടമാണ് കിട്ടാനുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം കാരണം എനിക്ക് ഗുണം കിട്ടുമ്പോ ഞാൻ കാരണം അദ്ദേഹത്തിന് നാശം വരുന്നത് ഞാൻ ആഗ്രഹിക്കുകയോ ഇല്ല. അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണമേ അല്ലാഹ്. ദുആ നോക്കൂ നിങ്ങൾ. ഉവൈസുൽ ഖറനിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. ആ മഹാനെ ഇദാ റആഹു സുബിയാൻ യർമൂനഹു ബിൽ ഹിജാറ, അക്കാലത്തെ കുട്ടികൾ ആ മഹാനെ കണ്ടാൽ ഭ്രാന്തൻ എന്ന് വിളിച്ച് കല്ലെറിയുമായിരുന്നു. കല്ലെടുത്തെറിയ. ശക്തമായി ഏറുകൊള്ളുമ്പോ കുട്ടികൾ ഭ്രാന്ത എന്ന് വിളിച്ച് ഉവൈസുൽ ഖറനി തങ്ങളെ കല്ലിനെറിയുമ്പോ അദ്ദേഹം കുട്ടികളുടെ നേരെ നോക്കി പറഞ്ഞിരുന്നത്, ഫകാന യഖൂലു ലഹും യാ ഇഖ്വത, എന്റെ സഹോദരന്മാരെ മക്കളെ, എന്റെ സഹോദരന്മാരെ, ഇൻകാന വലാ ബുദ്ദ ഫറുമൂനി ബിസ്സിഗാർ, നിങ്ങൾക്ക് എന്നെ എറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല, പക്ഷെ വലിയ കല്ലുകൊണ്ട് എറിയരുതേ. ചെറിയ കല്ലെടുത്തെറിയൂ. വലിയ കല്ലുകൊണ്ട് നിങ്ങൾ എന്നെ എറിഞ്ഞാൽ എന്റെ ദേഹത്തിൽ പൊട്ടും പരിക്കും വന്നാൽ, എന്റെ അവയവങ്ങൾക്ക് ഡാമേജ് പറ്റിയാൽ അതെന്റെ ആരാധനയെ, ഇബാദത്തിനെ ബാധിക്കുമെന്നതുകൊണ്ട് നിങ്ങൾ ചെറിയ കല്ലുകൊണ്ടെറിഞ്ഞ് സഹകരിക്കൂ. നോക്കൂ നിങ്ങൾ അലിയാര് തങ്ങളുടെ ചരിത്രത്തിൽ കാണാലോ. വീട്ടിലെ അടിമ ഡ്യൂട്ടി ടൈമില്
അലി റളിയല്ലാഹു അൻഹു അടിമയെ വിളിച്ചു, യാ അബ്ദുല്ലാ തആൽ, എടങ്ങാതി ഇവിടെ വാ, ഒരു അത്യാവശ്യത്തിന് വിളിക്കാണ്. ഒരനക്കൂല്ല, പ്രതികരണമില്ല, അടിമ വരുന്നുമില്ല. രണ്ടാമത് വിളിച്ചു, വരുന്നില്ല. 3 തവണ വിളിച്ചിട്ടും ആളെ കാണാതിരുന്നപ്പോ അവൻ കിടക്കുന്ന റൂമിലേക്ക് അലിയാർ തങ്ങൾ ചെന്ന് എത്തി നോക്കുമ്പോ ഡ്യൂട്ടി ടൈമിൽ മൂപ്പര് നീണ്ടൊരു നിവർന്ന് കിടക്കുക. അതെന്താടാ 3 തവണ വിളിച്ചിട്ടും നീ വരാതിരുന്നേ? വിശ്രമിച്ചതിന്റെ പേരിൽ അങ്ങനെ ദ്രോഹിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് കിടന്നുറങ്ങിയതാണ്. എന്ത് ഇത് കെട്ടിയോള് വെല്ലടിച്ചിട്ട് വാതിൽ തുറന്നേരാൻ ഇച്ചിരി നേരം വൈകിയാൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്ക്. ഏയ് എവിടെയായിരുന്നു നീ? അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടൊരു ഡയലോഗ് വന്നാൽ ചിലപ്പോ ട്രിപ്പിൾ തൊലാക്ക് നടക്കും, 3 തൊലാക്ക് അവിടെ നടക്കും. ഇത് അടിമയാണ്, ഡ്യൂട്ടി ടൈമാണ്. ഞാൻ വിശ്രമിച്ചതിന്റെ പേരിൽ അങ്ങനെ ദ്രോഹിക്കില്ല എന്ന ഉറപ്പെനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിപ്പോയതാണ് പറഞ്ഞു. അങ്ങനെയാണോ? എങ്കിൽ ഇന്ന് തൊട്ട് നീ എന്റെ അടിമയല്ല, ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു, നീ സ്വതന്ത്രനാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹു തങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇഹ്തിമാലുല്ലാദ എത്ര സംഭവമുണ്ട്. മഹാനരായ മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ ഭാര്യ കെട്ടിയോള് വിളിച്ചു, എടാ കപട ഭക്തിക്കാരാൻ. ഈ ഭാര്യമാരിഞ്ഞിപ്പോ ഔലിയ പാപ്പാന്റെ കെട്ടിയോളാണെങ്കിൽ നിങ്ങൾ വലിയൊരു ഔലിയ പാപ്പാന്നറിയും. മൂല്യരെ ചിലപ്പോ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും കെട്ടിയോള് അല്ലേ എന്ന് നിങ്ങൾ സംശയം ഉണ്ടാവും. സ്വന്തം ഭാര്യമാർക്ക് എങ്ങനെയാലും ഭർത്താവ് ഔലിയ പാപ്പയാണെങ്കിലും അംഗീകരിക്കൂല. അതങ്ങനെയാണ് അതിന്റെ കിടപ്പ്. മാലിക് ഇബ്നു ദീനാർ എന്ന് പറഞ്ഞാൽ മഹാവലിയാണ്, ലോകം അംഗീകരിച്ച മഹാനാണ്. ഇവിടെ കേരളത്തിൽ വന്ന മാലിക് ദീനാർ എന്ന സ്വഹാബിയല്ല, ബസറയിൽ ജീവിച്ചിരുന്ന മഹാജ്ഞാനിയായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ കെട്ടികൾ എന്താ വിളിച്ചത്? കപടഭക്തിക്കാരാ. നിങ്ങൾ വലിയൊരു ഔലിയ പാപ്പ, നിങ്ങളൊരു കപടഭക്തിക്കാരനാണ്. അപ്പൊ എന്താ അവര് പറഞ്ഞത്? മോളെ, ഈ ബസറ നിവാസികൾ ആർക്കും കണ്ടുപിടിക്കാത്തൊരു കുറ്റം നീ കണ്ടുപിടിച്ചെന്നല്ലോ, അൽഹംദുലില്ലാ. എന്ത്? ബസറയിലെ നാട്ടുകാരൊക്കെ ഞാൻ വലിയ ആലിമും സംഭവം എന്ന് പറഞ്ഞ് നടക്കണേ, അവരാരും കണ്ടുപിടിക്കാത്ത എന്റെ ഒരു കുറ്റം മോള് കണ്ടുപിടിച്ചു തന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇതാ പറഞ്ഞത്. എത്ര സംഭവം, ഇഷ്ടം പോലെ. ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇഹിയയിൽ നിന്ന് വായിച്ചപ്പോ എന്റെ ഓർമ്മയിലുള്ളത് പറയാണ്. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വലിയ വലിയാണ്. അദ്ദേഹത്തെ ഒരു തെമ്മാടി പിന്നാലെ വന്ന് തെറി പറയാ. അദ്ദേഹം നടന്നു പോവാൻ എന്നാലെങ്കിലും വിട്ടേക്കണ്ടേ, പിറകെ വന്ന് തെറി പറയാ. ഇത് ഒരക്ഷരം മിണ്ടാതെ അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന മഹാൻ ഇങ്ങനെ നടക്കുക. അയാൾ അങ്ങനെ പറയുന്നുണ്ട്. ലാസ്റ്റ് പട്ടണത്തിൽ എത്താൻ നേരമായപ്പോ അവിടെ നിന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, നിനക്ക് പറയാനുള്ള അത്ര ഇവിടുന്ന് പറഞ്ഞു തീർത്തേക്ക്, നിന്റെ അരിശം തീരോളം സഹോദരൻ പറഞ്ഞേക്ക്. അങ്ങാടിയിൽ വെച്ച് പറഞ്ഞാൽ എന്നെ ബഹുമാനിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്, അവരെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിയേക്കും. അവർ ചിലപ്പോൾ കൈകാര്യം ചെയ്യും. നീ എന്റെ കയ്യിൽ നിന്നല്ല ഒരാളിൽ നിന്നും നിനക്ക് വേദന ഉണ്ടെന്ന് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ വെച്ചാൽ ഞാനും നീയല്ലേ കേൾക്കുള്ളൂ, അല്ലയല്ലേ കേൾക്കുള്ളൂ, നീ പറഞ്ഞോ, ഒക്കെ പറഞ്ഞു തീർന്നിട്ട് നമുക്ക് പട്ടണത്തിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടുന്ന് നിനക്ക് അടിയിട്ടാൻ സാധ്യത ഉണ്ട്. എങ്ങനെയുണ്ട്? അതുകൊണ്ടൊക്കെ ഇവിടുന്ന് പറഞ്ഞേക്ക്. ഈ അഹ്നഫ് ഇബ്നു ഖൈസിനോട് നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര സഹനശക്തി എവിടുന്നേ നിങ്ങൾ പഠിച്ചത്? ഒരു മനുഷ്യന് ഇങ്ങനെ സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ ഖൈസ് ഇബ്നു ആസിം എന്ന മഹാനായ വലിയിൽ നിന്നാണിത് പഠിച്ചത്. എങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്? അതൊരു ചരിത്രമുണ്ട്, ഒരു വല്ലാത്ത ട്രാജഡി ഉണ്ട് ആ ചരിത്രത്തിൽ. അതെന്താണ്? ഖൈസ് ഇബ്നു ആസിം എന്ന വലിയ വീട്ടിലുള്ള സമയത്ത് അവിടുത്തെ അടിമപ്പെണ്ണ് ഒരു ശൂലത്തിൽ ഇറച്ചി ചുടുകയാണ്. അന്നത്തെ പോലെ ഗ്യാസും അത്ര സൗകര്യമൊന്നുമില്ലല്ലോ. ഒരു ഇരുമ്പിന്റെ ദണ്ട് ശൂലം, അതിൽ കുത്തിയിട്ട് ഇറച്ചി ഇങ്ങനെ ചുടുകയാണ്. അത് ചുട്ടെടുത്ത് ആ വലിയ ഇരുമ്പ് ദണ്ട് തീയിൽ കിടന്ന് പഴുത്ത ശൂലത്തിൽ ഇറച്ചി കുത്തിയെടുത്ത് ഇങ്ങനെ വരികയാണ്. വരുന്ന വഴിക്ക് ഖൈസ് ഇബ്നു ആസിം എന്ന വലിയന്റെ ഒരു ചോര പൈതലിനെ തറയിൽ കിടത്തിയിട്ടുണ്ട്. ഈ അടിമപ്പെണ്ണ് ഈ പഴുത്ത ശൂലവുമായി ഇങ്ങനെ വരുന്ന വഴിയിൽ അബദ്ധവശാൽ കയ്യിൽ നിന്ന് ആ ശൂലം താഴെ വീണ് ആ പിഞ്ചു പൈതലിന്റെ ദേഹത്താണ് ഈ പഴുത്തിരിക്കുന്ന ഇരുമ്പ് ശൂലം വീണത്. ആ കുഞ്ഞ് തൽക്ഷണം മരിച്ചു. ഇങ്ങനെ ഉണ്ടാവും? ഒരു അടിമ പെണ്ണിന്റെ കയ്യബദ്ധത്താൽ ഒരു കുഞ്ഞു മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ IPC 304 പ്രകാരം മനഃപൂർവമല്ലാത്ത നരഹത്യക്ക് വ്യത്യസ്ത ശിക്ഷയാണ്. ജീവപര്യന്തം കിട്ടും, 10 കൊല്ലം കിട്ടും. ഇനി ഒരിക്കലും ഒരാൾ അടിച്ചിട്ട് അബദ്ധത്താൽ മരിച്ചാലാണ് ജീവപര്യന്തം 10 കൊല്ലമൊക്കെ. ഇനി ഒരിക്കലും കൊല്ലാനോ ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമില്ലാതെ അബദ്ധത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് മരണം സംഭവിച്ചാൽ 2 വർഷം വരെ തടവുണ്ടാവും. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം.
ഈ പെണ്ണ് ബോധപൂർവമല്ല, അബദ്ധത്താൽ പറ്റിയതാണ്. ആ കുഞ്ഞു മരിച്ചുപോയി. ഖൈസ് ഇബ്നു ആസിം റഹിമഹുള്ള ഓടി വന്നിട്ട് പറഞ്ഞു, ലാ റൗ അലൈക്കി, മോളെ നീ പേടിക്കല്ലേ, അന്തി ഹുറത്തുൽ വജ്ഹില്ല, എനിക്ക് കുഞ്ഞിനെ തന്ന റബ്ബ് അതിനെ തിരിച്ചെടുക്കാൻ ഒരു കാരണമാക്കി ഇത് എന്നല്ലാതെ ആ കുഞ്ഞിനെ അള്ളാഹുവാണ് തിരിച്ചു കൊണ്ടുപോയത്. നീ ബേജാറാകല്ല മോളെ, നീ പേടിച്ചതിന് പകരമായി ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ഇതൊന്നും വയലറിയാനുള്ള സബ്ജക്റ്റ് അല്ല. ഇത്രമാത്രമൊന്നും എനിക്കും നിങ്ങൾക്കും പറ്റിയില്ലെങ്കിലും ഒരു മിനിമം സഹനം നമുക്ക് പറ്റുമ്പോഴാണ് നമ്മൾ സൽസ്വഭാവികളാകുന്നത്. ഭാര്യയോട് ക്ഷമിക്കാൻ വയ്യ, മക്കളോട് ക്ഷമിക്കാൻ വയ്യ, കൂട്ടുകാരോട് ക്ഷമിക്കാൻ വയ്യ, പിന്നെ എവിടുന്നാ നമുക്ക് ഹുസ്നുൽ ഖുൽഖ് കിട്ടുക? അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. അല്ലാഹു പറയാണ്, നിങ്ങൾ മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾ മാപ്പ് കൊടുക്കണം. നിങ്ങൾ നല്ലത് മാത്രം പറയണം. നിങ്ങൾ മോശപ്പെട്ട ആളുകൾ, വിവേകമില്ലാത്ത ആളുകളെ പിന്നാലെ നടക്കരുത്, അവർക്ക് മറുപടി കൊടുക്കരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ ശല്യം നിങ്ങൾ സഹിക്കാനും പാകപ്പെടണം. ഇതാണ് ഹുസ്നുൽ ഖുൽഖ്. അള്ളാഹു അതുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇത് വലിയ ലാഭമുള്ള സംഗതിയാണ്. നമ്മൾ കുറെ പൊട്ടിത്തെറിച്ചുകൊണ്ട് എന്ത് ലാഭം നമുക്ക് കിട്ടുക? ഇപ്പൊ വീട്ടിലൊക്കെ ഭാര്യമാരോടും കുടുംബത്തിനോടും പൊട്ടിത്തെറിക്കണ എന്തോരം ആൾക്കാരുണ്ട്. ആ തന്ത കേറി വരുമ്പോ തന്നെ ആ ഇത്ത അവിടുന്ന് ഇങ്ങനെ പിറുപിറുക്കും. ഇത് പിന്നെ ആർക്കും വേണ്ടാതാവുമ്പോ പിന്നെ പള്ളിയിലേക്കും പലരും അഭയം തേടുക. അവിടെ വന്നാൽ പിന്നെ മൊയ്ലിയർക്കും വല്ലാക്കാക്കും തലവേദന. തമാശ പറയല്ല. ഇതുകൊണ്ട് ഒരു ലാഭമില്ല, എല്ലാവർക്കും വെറുപ്പായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ചിരി സഹിച്ചാലോ, ഓ എന്ത് ഡീസന്റ്, എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമായിരിക്കും നമ്മളോട്, മക്കൾക്ക് നമ്മളോട് ഇഷ്ടമായിരിക്കും, നാട്ടുകാർക്ക് ഇഷ്ടമായിരിക്കും, സർവോപരി അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമായിരിക്കും. ലാഭമുള്ള കച്ചവടമല്ലേ നമ്മളെപ്പോഴും ചെയ്യേണ്ടേ? അതുകൊണ്ട് ഈ റൂട്ടിൽ നമ്മൾ വരണം. എന്നാലാണ് ഇപ്പൊ ഈ അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോ ഞാൻ ഈ പറയുന്ന ഉപദേശമെങ്കിലും നിങ്ങൾ ചെവിക്കൊണ്ട് ഞാനും നിങ്ങൾ ആ വഴിക്ക് വന്നാലാണ് നമുക്ക് ലാഭം ഉണ്ടാകുക. അള്ളാഹു നമ്മെ യഥാർത്ഥ സൽസ്വഭാവികളിൽ, സൽഗുണസമ്പന്നരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അൽ കിബ്റു. കിബ്ർ എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം. ഞാൻ ഒരാളോട് ഇത് വെറുതെ ഡിസ്കസ് ചെയ്തപ്പോ ഇനിയിപ്പോ ഏതാ വിഷയം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കിബിർ പറഞ്ഞാലോ അഹങ്കാരം. മൂവാറ്റുപുഴക്കാർക്ക് ആർക്കും കിബിറില്ല, അത് പറയണ്ട, വേറെ വല്ലവും പറഞ്ഞോ. അപ്പൊ എനിക്ക് അതെന്നെ പറയണം എന്നപ്പ തോന്നുന്നത്. കാരണം കിബിർ ഇല്ല എന്നുള്ളതൊരു കിബിറാ. കിബിറൊന്നുമില്ല, ഞാൻ ഉഷാറാണ്, അതൊരു കിബിറാ. അപ്പൊ ഞാൻ പറയാൻ തീരുമാനിച്ച ഇൻഷാ അല്ലാഹ് അത് കുറച്ച് നീണ്ടു പറയേണ്ടി വരും. ഖുർആനിലെ ആയത്തുകൾ, ചരിത്രങ്ങൾ, ഹദീസുകൾ. കാരണം അത് നമ്മൾ ഉള്ളിൽ നിന്ന് പോകാഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗമില്ല, ഉറപ്പ്. അണുമണി തൂക്കം കിബിറുള്ളവൻ സ്വർഗം കേറില്ല ഖാല റസൂലുള്ളാഹി. എന്ത് ഒത്തിരി കിൻഡൽ കണക്കിനൊന്നും വേണ്ട, അണുത്തൂക്കം കൽബിൽ അഹങ്കാരം, ഈഗോ, ഞാനെന്ന ഭാവമുള്ളവൻ സ്വർഗം കാണുന്ന പ്രശ്നമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ സൽസ്വഭാവം പറഞ്ഞ് നിർത്തിയാൽ പോരല്ലോ. അത്തരം ബെടുക്ക് സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നീക്കാനും അതുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനും നമ്മൾ ശ്രമിക്കണമല്ലോ. ഈ വെള്ളിയാഴ്ചത്തെ പ്രമേയം ഇതാണ്. നമ്മള് വോട്ട് നിങ്ങൾ ആർക്കാച്ച ചെയ്തോളൂ, ഒന്നും ഇവിടെ കുഴപ്പമില്ല, അതല്ല നമ്മളെ വിഷയം. ഇതാണ് നമ്മളെ വിഷയം. തഖ്വയുള്ള നമ്മളെ അജണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.